ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പാപത്തോടുള്ള നിരന്തരമായിട്ടുള്ള യുദ്ധമാണല്ലോ. നമ്മളെല്ലാവരും പാപത്തിൽ വീഴാതിരിക്കാനായിട്ട് ഭയങ്കര ശ്രമത്തിലാണ്. ചിലപ്പോൾ ഒരു പാപമേഖലയിൽ തന്നെ എപ്പോഴും വീണു പോകുന്നവരുണ്ടാവും. നമ്മൾ ചെയ്യരുതെന്ന് വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ പോലും ശ്രമിച്ചിട്ട് പറ്റാതെ പെട്ടെന്ന് ഇങ്ങനെ വീണു പോകുന്ന അവസ്ഥ. ശരിക്കും ഈ അവസ്ഥയിലും കർത്താവ് കരുണയോടുകൂടി നമ്മളെ കുമ്പസാരക്കൂട്ടിൽ കാത്തിരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്തു പോയ പാപത്തെ ഓർത്ത് നിരാശപ്പെടാതെ പെട്ടെന്ന് തന്നെ കുമ്പസാരക്കൂട്ടിലോട്ട് ഓടി അണയണം. അതിന് നമ്മൾ ഒരു പാപത്തിൽ അറിയാതെ വീണു പോയതിന് ശേഷം കുമ്പസാരവുമായിട്ടുള്ള സമയം ദൈർഘ്യം കുറയ്ക്കുക. അതായത് ആ സമയം പെട്ടെന്ന് തന്നെ കുമ്പസാരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ പാപത്തെ തുടർന്ന് അടുത്ത ഒരു പാപമേഖലയിലേക്ക് നമുക്ക് പ്രവേശിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള ശ്രമത്തിൻ്റെ അവസാനം നമുക്ക് ആ പാപത്തിന്മേൽ വിജയം പ്രാപിക്കാനായിട്ട് പറ്റും. ഈ ഒരു പാപത്തിൽ വീണുപോയി എന്നതിന് പേരിൽ നമ്മൾ ഈ അനുഭവിക്കുന്ന നിരാശയുണ്ടല്ലോ, അത് നമ്മൾ പാപം ചെയ്തപ്പോൾ ഈശോ അനുഭവിച്ച വേദനയേക്കാൾ ഒത്തിരി കൂടുതലാണ്. അത് ശരിക്കും ഈശോയുടെ കരുണയിൽ ആശ്രയിക്കാതെ നമ്മൾ പിന്നെയും നമ്മളെ ഓർത്ത് നിരാശപ്പെടുന്നത് അത് ഈശോയ്ക്ക് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദനയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ യുദ്ധത്തിൽ സ്ഥിരമായിട്ട് വീണു പോകുന്ന പാപമേഖലയിൽ എപ്പോഴും പാപം ചെയ്യുന്ന പോലെ അവസ്ഥയിലും നമ്മൾ നിരാശപ്പെടാതെ ഓടിപ്പോയി കുമ്പസാരിക്കുക. അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് കുമ്പസാരത്തെ ആശ്രയിച്ച് കൂദാശയിൽ ആശ്രയിച്ച് ആ കൂദാശയിൽ നിന്ന് കിട്ടുന്ന വരപ്രസാദത്തെ പ്രാപിച്ചു കഴിയുമ്പോൾ ആ പാപമേഖലയിൽ മേൽ നമുക്ക് പെട്ടെന്ന് വിജയം പ്രാപിക്കാനായിട്ട് സാധിക്കും. അത് പെട്ടെന്ന് പറ്റിയില്ലെങ്കിലും നമ്മുടെ കാത്തിരിപ്പിനും നമ്മുടെ ശ്രമത്തിനൊടുവിൽ ഈശോ അതിന്മേൽ വിജയം തരും എന്ന് നമ്മൾ വിശ്വസിച്ച് ഈ ഒരു കാര്യം, അതായത് നിരാശയിലോട്ട് പോകാതെ പെട്ടെന്ന് തന്നെ കുമ്പസാരക്കൂട്ടിലോട്ട് ഓടിയെത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം.